പയ്യന്നൂരിൽ CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണനെ UDF സ്ഥാനാർത്ഥിയാക്കൽ എതിർക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. എതിർപ്പ് അറിയിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷൻ. പയ്യന്നൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വേണമെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ പറഞ്ഞു. സാധാരണക്കാർക്കായ പ്രവർത്തകരുള്ള ഒരു മണ്ണാണ് ഈ പയ്യന്നൂരിന്റെ മണ്ണ്. ആ പയ്യന്നൂരിന്റെ മണ്ണിൽ ഇന്നലെ വരെ CPM ആയി പയ്യന്നൂർ കോളേജിലടക്കം KSUക്കാരെ ആക്രമിച്ച, പയ്യന്നൂരിലെ കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച പലരെയും പിന്തുണയ്ക്കേണ്ട ആവശ്യം ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനമെന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ്. തങ്ങളെ ആക്രമിച്ച DYFIക്ക് ഒരിക്കൽ വെള്ളവും വളവും നൽകിയവർ സ്ഥാനാർത്ഥിയായി എത്തിയാൽ അംഗീകരിക്കാനാവില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജഷീർ പള്ളിവയൽ പറയുന്നു. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഇതൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പുള്ള ഒരു വികാര പ്രകടനമായി മാത്രം കണ്ടാൽ പോലെ നേരത്തെ തന്നെ RSP മുഖാന്തരം ഇത്തരം ഒരു ചരടുവലിയൊക്കെ വി കുഞ്ഞികൃഷ്ണനെ അവിടെ ഒരു UDF സ്വതന്ത്രനാക്കി നിർത്താനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും എവിടെയും എത്തിയിട്ടില്ല. എന്താണ് വിവരങ്ങൾ? ിന്റെ പിന്തുണ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒന്നും ഒരു തീരുമാനമായിട്ടില്ല. പക്ഷെ ആ നിലയ്ക്ക് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ. ഒന്നുകിൽ ഈ കോൺഗ്രസിന് UDFന്റെ പിന്തുണയോടുകൂടി വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുക, അതല്ലെങ്കിൽ വി കുഞ്ഞികൃഷ്ണൻ ഈ RMP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഭാഗമായി നിന്നുകൊണ്ട് UDF സ്ഥാനാർത്ഥിയായി വരിക തുടങ്ങിയ സാധ്യതകൾ, സൂചനകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഏതായാലും പയ്യന്നൂരിൽ കോൺഗ്രസുകാരനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി വേണ്ട എന്ന കർശന നിലപാട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. തുടക്കത്തിൽ ഈ വി കുഞ്ഞികൃഷ്ണൻ ഇത്തരത്തിൽ CPIMനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, TI മധുസൂദനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് പുസ്തകം എഴുതുന്നു. ഇതൊക്കെ വന്നപ്പോൾ UDFന്റെ പിന്തുണയോടുകൂടി ഒരുപക്ഷെ വി കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചേക്കും എന്നുള്ള ഒരു ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ച് പയ്യന്നൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരല്ലെങ്കിൽ മറ്റൊരാൾ പോലും അങ്ങനെ സ്ഥാനാർത്ഥിയായി ഇവിടെ വരേണ്ടതില്ല എന്നുള്ളതാണ്. മാത്രമല്ല പയ്യന്നൂർ കോളേജിൽ ഉൾപ്പെടെ KSUവിന്റെ പ്രവർത്തകരെ മർദ്ദിച്ച DYFI പ്രവർത്തകർക്ക് വലിയ പിന്തുണ നൽകിയ ആളാണ് ഇപ്പോൾ CPIMനെതിരെ പറഞ്ഞ് പുറത്തു വന്നു എന്നതുകൊണ്ട് മാത്രം അത്തരക്കാരെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കേണ്ട ആവശ്യം കോൺഗ്രസിനില്ല. കോൺഗ്രസിന് പയ്യന്നൂരിൽ അതിന്റെ ഒരു അഭിമാനമുണ്ട്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെയും അംഗീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല. പയ്യന്നൂരിൽ കോൺഗ്രസിന്റെ സ്വന്തം സ്ഥാനാർത്ഥി വേണം. ഇവിടെ ആളെ കിട്ടാത്ത പ്രശ്നം കോൺഗ്രസിനില്ല. കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. അത്തരക്കാരെ പരിഗണിക്കുകയല്ലാതെ ഈ വി കുഞ്ഞികൃഷ്ണനെ പോലെ ആരെങ്കിലും കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ നിയോജക മണ്ഡലം കൺവെൻഷനിൽ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്.